ഗൈസ് നമ്മൾ ക്യൂബെക് സിറ്റിയുടെ ഓൾഡ് ക്യൂബെക് സിറ്റിയിൽ എത്തി. ഇത് കാറിൽ നിന്നുള്ള വ്യൂ ആണ്. നൈസ് അല്ലേ? ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറെ വ്യൂ കാണിക്കാം. ബൈ. ഹേ ഗൈസ്, സോ വി ആർ നമ്മൾ ആ മലയുടെ മണ്ടയിൽ കാണുന്ന ആ ഗോപുരമില്ലേ, ആ ഗോപുരത്തിന്റെ അങ്ങോട്ടേക്ക് നമ്മൾ നടക്കാൻ പോവുകയാണ്. എന്താ ചെയ്യാൻ പോണേ? ഇവിടെയാണോ പറഞ്ഞ ഐസ്ക്രീം? $10. ഓക്കെ, ലെറ്റ്സ് സീ. വാഷ്റൂം ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനം. ഇറ്റ്സ് എ സ്വീറ്റ് ഡിഷ്. Pistachio. ഇത് ബനാറമ. This is banarama. Okay. Did you guys see that road? We just walked through all that way and we are going to the top of the monument. Thank you. ഒരു മിനിറ്റ് ഗൈസ്, നമ്മൾ ടോപ്പ് ലെവലിലെത്തി. വാവ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. Oh, look at him. Who are you? Who is this? എന്റെ കെട്ടിയോന്ന് ഇത്ര ഗ്ലാമർ ഉണ്ടായിരുന്നു. ചില സമയത്ത് നോക്കുമ്പോ ഫുൾ പുച്ചാണല്ലോ. ഇപ്പൊ എന്താ പറ്റി ചിരി? സംതിങ് ഫിഷി. തൊപ്പിയൊക്കെ വെള്ളം പോവും. തല വെട്ടിയില്ല, തലമുടി വെട്ടിയില്ല. എന്താ? ഒരു ക്യാമറാമാൻ മറ്റേ ചിത്രത്തിലെ ലാലേട്ടൻ പോലാണ് എന്നാണ് ഒരു വെപ്പ്. ഇത് അഖില. ഷീ ഈസ് ലുക്കിംഗ് സോ പ്രിറ്റി. ആ ചിരി കണ്ടോ? എൻഗേജ്മെന്റിന്റെ ഇതിന് പ്രാക്ടീസ് ചെയ്യാണ്. Who is this guy? Handman. Iron Man പോലെ handman. And this guy's name is Tinto. Oh, ആ ലുക്ക് Iron Man തോറ്റു. ഞാൻ വീഡിയോ ഇട്ടു കേട്ടോ. ആൻഡ് ഗൈസ്, നമുക്ക് ഫോട്ടോ എടുക്കാം, പിന്നെ വീട്ടിൽ നിന്ന് വായിക്കാം. ബൈ. ദിസ് ഈസ് മോസിൻ. അത് US ആണ്. ഞാൻ ഓർഡർ പറഞ്ഞത്.
ഗൈസ് അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് ഇവിടെ ഒരു ചില്ല് ഗ്ലാസ്സിൽ വെച്ചിട്ട് എന്തോ ഒരു ഒരു ഗുഹയോ ഇതാണല്ലോ. ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ കേവ് ആൻഡ് അവിടെ നമുക്ക് പ്രവേശനമില്ല, നോ എൻട്രി ആണ്. എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വിശുദ്ധന്റെ എന്താ സെയിന്റ് ലൂയിസ് ഫോർട്സ് ആൻഡ് ഷാറ്റോസോ നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റ് എന്തോ സംഭവം. It's an historical place, guys. 1962 ഉണ്ടാക്കിയ പ്ലേസ് ആണിത്. ചേട്ടൻ പറയുവാണ് 1962 ഇത് ഉണ്ടാക്കിയെന്ന്. 1960 അല്ല, സോറി 1992 സോറി. ഇതെന്താണ് ഗൈസ്, നിങ്ങളെ പറ്റിക്കുകയാണ് ഗൈസ്. ചേട്ടൻ എന്തൊക്കെയോ വായി തോന്നി പറയും. കട്ടിയില്ല ഇതൊക്കെയാണ് ഇടേണ്ടത്. പിന്നെ പോണം. പിന്നെ കൂട്ട് വെട്ടാതെ മൂഞ്ചിയ എല്ലാവരും ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ ഞാനും സൂപ്പറാണ് കേട്ടോ. പോന്നില്ല നമ്മളകത്ത്. ഇല്ല, അവര് നോക്കാൻ പോവാ. നമുക്ക് നോക്കാം. ചോദിക്കില്ല, ചോദിച്ചാ നമുക്ക് വരാം. വാ. തുറന്നില്ല.
നമ്മളെ ഇഷ്ടമായില്ല അവര് ടീച്ചറാണ്. വീണ്ടും കണ്ടുമുട്ടി. പക്ഷെ എനിക്ക് പോകണ്ട, ഞാൻ നിന്നെ പോയില്ല. ഇല്ല ഞാൻ പറഞ്ഞോ, ഞാൻ പറഞ്ഞില്ല കുട്ടി. ഗൈസ് അവിടെ എന്താ നോക്കാം, എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. സോ ബേസിക്കലി നമുക്ക് കിട്ടിയ ഇനിയുള്ള 3 അവേഴ്സ് ജസ്റ്റ് റാൻഡം വോക്ക് ചെയ്യുക, സ്ട്രീറ്റ്സിൽ കൂടെ നടക്കുക, ഷോപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഗൈസ് എല്ലാവരും പരിപാടി കഴിഞ്ഞ് കൂട്ടിക്കെട്ടി പോവാൻ തോന്നുന്നു. നമ്മൾ വൈകി.
അതല്ലേ ഞാൻ പറഞ്ഞു മേടിച്ചിട്ടൊന്ന് ഇവിടെ അടിച്ചാൽ പോരെ പോലീസ് മുന്നിൽ സോറി. ക്ലാസ് വേണ്ട, അത് ചുമ്മാ. Yeah. നല്ലതല്ലേ? അങ്ങനെ നമ്മൾ കുറേ നടന്നു. ആൻഡ് അവിടെ DJ പാർട്ടി ഉണ്ടായിരുന്നു, അവിടെ പോയി. അപ്പോഴാണ് അവിടെ എൻട്രി ഫീ എന്തൊക്കെയോ നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. ബട്ട് പുറത്ത് മൊത്തം ആൾക്കാരാണ്, നമ്മൾക്ക് അവിടെ ഒന്ന് എൻജോയ് ചെയ്യാം. പക്ഷേ പിന്നെ നമ്മൾ വെച്ചു നമ്മൾക്ക് പിന്നെ അവർക്കൊക്കെ ബിയർ വേണം. സോ നമ്മളത് തപ്പി ഒരു കട അവൈലബിൾ അല്ല. അങ്ങനെ നമ്മൾ ഏതോ ഒരു കടയിലൊക്കെ കയറി ഉള്ളിലേക്ക് പോവുക. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഫങ്ഷൻ ഓൾറെഡി നടക്കുമായിരുന്നു. ആൻഡ് നമ്മൾ കയറി ചെന്നപ്പോൾ അവരിൽ ആരെങ്കിലും കരുതി കാണും വേറെ അവരുടെ ടീമിലുള്ള വേറെ ആരുടെയെങ്കിലും ആൾക്കാരായിരിക്കും. നമ്മൾ നേരത്തെ ആരും നമ്മളോടൊന്നും പറഞ്ഞില്ല. നമ്മൾ ഉള്ളിൽ പോയി അവിടെ താഴെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒന്നും അവൈലബിൾ അല്ല. കാരണം ഓൾറെഡി എല്ലാം ക്ലോസ്ഡ് ആണ്, ന്യൂ ഇയറിൻ്റെ നൈറ്റ് അല്ലേ. പിന്നെ അതുമല്ല അവിടെ എനിക്ക് തോന്നുന്നു എന്തോ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടിയോ എന്തോ ഫങ്ഷനോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമുള്ള അറേഞ്ച്മെൻറ്റ്സുകളായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെ വേറെ എവിടെ നിന്നോ കുപ്പിയൊക്കെ ഒപ്പിക്കും. ആൻഡ് പിന്നെ നമ്മൾ നേരത്തെ നടന്ന DJയുടെ സ്ഥലത്തേക്ക് നമ്മൾ പോകാമെന്നായിരുന്നു. പക്ഷേ അതല്ലാതെ നമ്മൾ വേറെ സ്ഥലം കണ്ടെത്തി. അതിൻ്റെ എല്ലാം ഏറ്റവും ഒരു ഹിൽ ടോപ്പ് പോലായിരുന്നു. അവിടെ കുറച്ചുകൂടെ നല്ല രസമായിട്ട് തോന്നി. ആൻഡ് അധികം ആൾക്കാരും ഇല്ല, അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം. ദ ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും നമ്മൾ കരുതി നമ്മളവിടെ വന്നു. എനിക്ക് മറ്റേ DJ സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു, എന്നാലും ഇവിടെ ഓക്കെ ആണ്. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കും. Bonsoir Québec! Êtes-vous en forme, vous autres? Avez-vous passé une belle année? Mais soyez sûrs que vous allez bien la finir avec la bottine souriante. Allez, on va se réchauffer les mains tout le monde ensemble. Voilà! Allez, là aussi en face, là! Je vois les mains jusque dans le fond. Hop! Bonne année!
ഹലോ ഗായ്സ്, പിറ്റേ ദിവസം രാവിലെ ആയി, January 1. ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ നമ്മള് അടുത്ത എയർബിഎൻബിയിൽ വന്ന് ഇന്നലെ നൈറ്റ് വന്നതാണ്. ഇത് നമ്മള് പോവാണ് തിരിച്ച് ബാക്ക് പോകും. ഞാൻ റൂംസ് കഴിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തായിരുന്നു. നല്ലൊക്കെയായിരുന്നു. യെസ് ഗൈസ്, മോഡലിൽ പോയിട്ട് രാവിലെ തന്നെ ക്യാമറയുമായി വന്നിട്ടുണ്ട്. നമ്മൾ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. ബാക്കിയെല്ലാവരും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എന്റെ ഷൂട്ടേഴ്സ് കിട്ടിയിരിക്കുകയാണ്. മഞ്ഞ് പെയ്യുന്നതാണ് ഗൈസ്. ഇന്നലെ വന്നപ്പോൾ മഞ്ഞൊന്നുമില്ല, ഇന്ന് ഫുൾ മഞ്ഞായി. ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നല്ല വാഷ്റൂം. So guys, that guys, നമ്മൾ നിന്നിടത്ത് ഭയങ്കര മഞ്ഞും സ്നോയും ഒക്കെയാണ്, 2 ഡിഗ്രി. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറച്ചങ്ങ് 15 മിനിറ്റ് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ വലിയ മഞ്ഞില്ല, ഫുൾ കണ്ടോ. റോഡൊക്കെ നോർമൽ പോലെ, ലെസ് മഞ്ഞ് പോലെ. എന്തല്ലേ ഗൈസ്, നിങ്ങൾ വ്യൂ കണ്ടോ? നല്ല രസമുണ്ട് ഇവിടെ. മറ്റേ മൂന്നാർ, തമിഴ്നാട് വൈബാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വീഡിയോ ഓൺ യൂട്യൂബ് വീഡിയോ. Hi, the babies, we are going to Chettinad restaurant. Yes, it's a Malayali restaurant. It's a South Indian restaurant. Okay, I guess it is Tamil style. Hey Pradeep, ini gini, dalam call ada pun yang bilang
யாருமே ஊர்ல இருந்து ஃபேமிலியோட வரான். எங்க அப்பா அவங்க எல்லாரும் எங்கேயாவது வெளியே கூட்டிட்டு போவான்னு சொல்லிட்டே இருக்காடா. கடுப்பா இருக்கடா பேபி. எனக்கே ஒண்ணு தான் இல்லை. ஒண்ணு பார்க்கலாம் இருந்தேன். அதையும் அவங்க தான் வந்து கூட்டிட்டு போவாங்க. கூட்டிட்டு போய் படுத்துறாடா. നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ ഇടയ്ക്കെത്തിയപ്പോഴത്തേക്കും ഫുൾ ഭയങ്കര മഞ്ഞ് പെയ്യുമായിരുന്നു. ആൻഡ് ഭയങ്കര പയ്യെ നമുക്ക് സ്ലോ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളായിരുന്നുള്ളൂ. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ അത് കുഴപ്പമില്ല. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഓവറോൾ ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്. നമ്മൾ കുറേ കാണാത്ത പുതിയ സ്ഥലത്തൊക്കെ പോയി. സോ എക്സ്പ്ലോർ ചെയ്തു. ആൻഡ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയത് കാരണം എല്ലാവരും എൻജോയ് ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് ദ എൻഡ്. നമ്മൾ ലിബിനെയും അഖിലിനെയും വീട്ടിലാക്കി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. സോ ഐ എം വിഷിങ് എവരിവൺ എ ഹാപ്പി 2025. ബൈ ഗൈസ്.